ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് കറണ്ട് ഫീലിങ്സ് ആണ്. കുറേ ദിവസമായി കറണ്ട് ഫീലിങ്സ് എടുത്തിട്ട്. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ പറ്റുമെന്ന്. ക്ഷമിക്കണം കേട്ടോ, കാരണം നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് പോണതായിരിക്കില്ല അവിടെ ചെന്നിട്ട് സംഭവിക്കുന്നത്. അവിടെ നമുക്ക് ഞാൻ എല്ലാ ദിവസവും ഡിവൈൻ മെസ്സേജ് അവിടെ ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കൂടെ അവിടെ അങ്ങനെ കാമായിട്ട് ഇരിക്കാനാണ് എനിക്ക് അപ്പം തോന്നിയത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണ പെട്ടെന്ന് എടുക്കുക അങ്ങനെയല്ല കേട്ടോ. എനിക്ക് കുറച്ച് സമയം വേണം വീഡിയോ എടുക്കാൻ, കുറച്ച് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത്. പിന്നെ എൻ്റെ ഒരു എനർജി അത് ഓക്കെ ആയാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നിന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കണത്. അപ്പോൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. കുറേ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഈ ഒരു നിമിഷം ലവേഴ്സാണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് കപ്പ്, ദ ചാരിയറ്റ്, 4 of cups, justice, the fool. ബോട്ടം കാർഡ് നോക്കാം. ദ സ്റ്റാർ ആണ്. ഈ ഒരു സമയം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങൾ കാണാൻ തുടങ്ങുന്നത്, നിങ്ങളുടെ മുന്നിലെത്തുന്ന ആ ഒരു സമയം അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണെന്നാണ്. സ്റ്റാറാണ് വന്നിട്ടുള്ളത് ബോട്ടം കാർഡ്. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഹീലായി എന്നുള്ളതാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം. പ്രശ്നങ്ങളൊക്കെ ഹീലായി എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന കുറേ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം, ഈഗോ ഉണ്ടാകാം, കാർമികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകാം. അങ്ങനെ അതെല്ലാം ഹീലായ ഒരു സമയമാണത്. പലപ്പോഴും പല ബന്ധങ്ങളിലും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാവും. ആ വേദനകളൊക്കെ ഏകദേശം ഹീലായി എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിൽ വീണ്ടും പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലാതായി പുതിയൊരു കാര്യത്തിലേക്ക് ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കും അവർക്കും. പക്ഷേ നിങ്ങൾക്ക് വന്ന ഒരു എനർജി ഇൻഡിപെൻഡൻ്റ് എനർജിയാണ്, സെൽഫ് ലവിൻ്റെ എനർജിയാണ്. കാരണം ഇതിലൊരു ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന്, നിങ്ങളില്ലാതെ അവർക്ക് പറ്റൂല, അങ്ങനത്തെ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളാണ് ഈ ഒരു നിമിഷം അവരുടെ മനസ്സ് നിറയുള്ളത്. അതാണ് അവരുടെ എനർജി. നിങ്ങൾ പക്ഷേ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറിപ്പോയി എന്നാണ്. അവരതിൽ നിന്നൊക്കെ മാറിപ്പോയി, നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിപ്പോയി ഇൻഡിപെൻഡൻ്റ് ആയി തീർന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിലാദ്യം തന്നെ വന്നത് ലവേഴ്സാണ്. അപ്പോൾ ഒരു അഫെക്ഷൻ, വല്ലാത്തൊരു അഫെക്ഷൻ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. പുതിയൊരു കാര്യമാണ്. ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങളോട് തോന്നാത്ത ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ എപ്പോഴും കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാതെ അവർ ചിലപ്പോൾ ഓടിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. കമ്മിറ്റ്മെൻറ്റിനെ പറ്റി മാത്രം അവർക്ക് ചിന്തിക്കാൻ പറ്റൂലായിരുന്നിരിക്കാം. പക്ഷേ ഈ ഒരു സമയം കമ്മിറ്റ്മെൻറ്റ് തന്നാലോ നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങൾ അവരുടെ ചോയ്സിൽ ഏറ്റവും നല്ലത് നിങ്ങളാണ് എന്നാണ് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നത്. അവരുടെ തിരിച്ചറിവാണത്. കാരണം നിങ്ങളെ വിട്ടിട്ട് അവർക്ക് വേറെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ഒരു സോൾ കണക്ഷനാണ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്പാണ് ഇതിൽ. നിങ്ങൾ ഈ ഒരു കാർഡിൽ ഒരാൾ ഒറ്റയ്ക്കാണ്.
നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായെങ്കിലും നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുകയും ഇൻഡിപെൻഡൻ്റ് ആകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വളരെ വലിയൊരു സ്നേഹം നിങ്ങളോട് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങളങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നത് അവർ ഈ ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്, നമ്മൾ അവരിൽ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണത് എപ്പോഴാണോ അപ്പോഴാണ് അവർ കൂടുതൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളെപ്പോഴും അങ്ങോട്ട് തന്നെ പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇതിവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഇതിവിടെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു അട്രാക്ഷൻ കാണില്ല. അതെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുമ്പം എപ്പോഴും അവർക്ക് അവൈലബിൾ ആകാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കിയത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ചാരിയട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വേണം എന്നൊരു ഡിറ്റർമിനേഷൻ അവർക്ക് ഇപ്പോൾ ഉണ്ട്. അവർ നിങ്ങളില്ലാതെയും അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്ന ഒരിടത്ത് നിന്നും നിങ്ങൾ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്, ഇതിന്ന് മാറ്റിക്കളയാൻ പറ്റാത്തൊരു പാർട്ടാണെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സക്സസ്ഫുൾ ആകാൻ പറ്റും, ഈ ഒരു ജീവിതം ഒരു വിജയിക്കാൻ പറ്റുമെന്നൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. 4 ഓഫ് കപ്പാണ് ഇതിൽ. പാസ്റ്റിൽ ഇതൊരു പാസ്റ്റ് എനർജിയാണ്. ഇതിൽ നിങ്ങൾ എത്ര അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചാലും, കെയറിങ് കൊടുത്താലും, സ്നേഹം കാണിച്ചാലും, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താലും അവരിതൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല പാസ്റ്റിൽ. കാരണം നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. നിങ്ങൾ അങ്ങനെ ഒരുപാട് മാറിയ സമയത്താണ് ഇവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലായതെന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, അപ്പോൾ ആ പ്രാധാന്യം കൊടുത്ത സമയത്തൊന്നും നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇപ്പം അവരത് ഒരു നിരാശയായിട്ട് കാണുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ നിങ്ങൾ കുറച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ കുറച്ച സമയത്താണ് ആ ഒരു ഗ്യാപ്പ് അവർക്ക് മനസ്സിലായത്. ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേറെ ആർക്കും പറ്റൂല എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായത്. ജസ്റ്റിസ് ആണ് ഇതിൽ. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ സ്നേഹം, കെയറിങ്, അല്ലെങ്കിൽ മറ്റാരെക്കാളും അവരുടെ ജീവിതത്തിൽ വേറെ ഏതൊരു വ്യക്തിയെക്കാളും നിങ്ങളാണ് അവരുടെ സ്നേഹം ഡിസേർവ് ചെയ്യുന്നതെന്ന് അവർക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും സ്നേഹിച്ചതും കെയർ ചെയ്തതും മാത്രമല്ല ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റിയതും അവരുടെ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റിലോട്ട് പോയതും ഒക്കെ നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ്. അപ്പോൾ പക്ഷെ അവരൊരിക്കലും നിങ്ങളോട് പാസ്റ്റിലൊരു നീതി കാണിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജന്മം പൂർത്തിയാകണമെങ്കിൽ നിങ്ങളോട് നീതി കാണിച്ചേ പറ്റുള്ളൂ, അല്ലാതെ ചിലപ്പോൾ ഒരു മോശം കിട്ടൂല എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക്. ഇപ്പോഴാണ് അവർ തിരിച്ചറിവ് വന്നത്. നിങ്ങളവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവരുടെ സ്നേഹം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് അവർ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഫുൾ കാർഡ് ഒരു പുതിയ തുടക്കമാണ്. ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇനി നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഞാൻ ഈ വ്യക്തി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റ് എല്ലാം ഹീലായി, അവരുടെ മനസ്സിൽ ചിലപ്പോൾ കുറേ ഹീലായിട്ടുണ്ടാവും. ഇത് എല്ലാവർക്കും ആയിട്ടുള്ളൊരു മെസ്സേജ് അല്ല, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന കുറേ ആൾക്കാർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റ് എല്ലാം വിട്ട് കളഞ്ഞ്, ആ വേദനകളും കോൺഫ്ലിക്റ്റും എല്ലാം വിട്ട് കളഞ്ഞ് പുതിയൊരു തുടക്കത്തിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇല്ലാതെ അവർക്ക്
ജീവിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് അവർ പോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ തന്നെ വിജയമാണ്. കാരണം നമ്മളെപ്പോഴും അങ്ങോട്ട് കൊടുക്കും തോറും ഈ കൊടുക്കുന്ന കാര്യത്തിന് ഒരു മൂല്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല എന്നുള്ളതാണ് കാണുന്നത്. അവർ നിങ്ങളെന്ന് പറയുന്നത് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് അവരുടെ ജീവിതത്തിലൊരു ഫുൾഫിൽമെൻ്റ് ഇല്ല എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കേട്ടോ. ലവേഴ്സും വന്നിട്ടുണ്ട്, ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ ഒരു സമയം അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ ഈ ഒരു സമയം ആരും പറയാതെ തന്നെ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.